When 8 Bells Toll by Alistair MacLean. എല്ലാവർക്കും നമസ്കാരം. ചാപ്റ്റർ 10 Thursday noon to Friday dawn. ഗാഠനിദ്രയിലായിരുന്ന ഫിലിപ്പ് കാൽവർട്ടിനെ ഉച്ചയായപ്പോൾ ഹച്ചിൻസൺ വിളിച്ചുണർത്തി. ആ കൈകളുടെ ശക്തിയും വലിപ്പവും ഫീൽ ചെയ്തപ്പോഴേ കാൽവർട്ട് ഊഹിച്ചു അത് ഹച്ചിൻസൺ ആണെന്ന്. കാൽവർട്ട് കണ്ണു തുറക്കാതെ തന്നെ ചോദിച്ചു, സമയത്രയായി? ഉച്ചയായി. ഞാൻ എന്നെ 5 മണി കഴിഞ്ഞ് വിളിച്ചാൽ മതി എന്നല്ലേ പറഞ്ഞിരുന്നത്? അതല്ല, വേറെ ചില കാര്യങ്ങളുണ്ട്, താങ്കൾ എണീക്ക്, എനിക്കൊന്ന് സംസാരിക്കണം. ഡോക്ടർ വളരെ ക്ഷീണത്തോടെ എണീറ്റു. കാരണം 2 ദിവസത്തിന് ശേഷം ഒന്ന് ഉറങ്ങിയതാണ്. ഹച്ചിൻസൺ പറഞ്ഞു, പുലർച്ചയോടെ ഫോഗ് അവസാനിക്കും എന്നായിരുന്നല്ലോ കാലാവസ്ഥാ നിരീക്ഷണം. പക്ഷേ ഇപ്പോൾ ഉച്ചയായിട്ടും അവസാനിച്ചിട്ടില്ല. കാൽവർട്ട് ജനലിലൂടെ പുറത്തേക്ക് നോക്കി. ഒന്നും പുറത്ത് കാണാനില്ല. കാരണം അത്ര ശക്തമായ മൂടൽമഞ്ഞ് അവിടെ നിലനിൽക്കുകയാണ്. താങ്കൾ പറഞ്ഞത് നോക്കുമ്പോൾ ഇപ്പോഴും അവര് വർക്ക് ചെയ്യുന്നുണ്ടാവും. കാൽവർട്ട് ആലോചിച്ചു. ശരിയാണ്. അദ്ദേഹം എഴുന്നേറ്റു. ഫാർകസ്റ്റ് കപ്പൽ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഹച്ചിൻസൺ ചോദിച്ചു, എവിടേക്കാണ്? ഡക്യറിന്റെ ബോട്ട് ഹൗസിലേക്കാണോ? അവിടെ ഇപ്പോൾ പോകാൻ പറ്റില്ല, അവിടെയൊക്കെ രാത്രിയായിട്ട്. ഇപ്പോൾ ഞാൻ പറയുന്ന ഭാഗത്തേക്ക് ഓടിച്ചോ. ബീനലും. ഹച്ചിൻസൺ, ബീനലുമോ? അതെ, അവിടെയാണ് അവരുടെ ഓപ്പറേഷൻസ് നടക്കുന്നത്. ഹച്ചിൻസൺ വളരെ ആശ്ചര്യത്തോടെ ചോദിച്ചു, താങ്കൾക്ക് എങ്ങനെ ഇത് കൃത്യമായിട്ട് അറിയാം? ഞാൻ ഈ സീക്രട്ട് സർവീസിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് മറൈൻ റെസ്ക്യൂ സർവീസിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ അറ്റ്ലാന്റിക്കിന്റെ അടിത്തട്ട് എനിക്ക് മനഃപ്പാടമാണ്. അവിടെ ഏകദേശം 14 മീറ്റർ താഴ്ചയിലും അത് കഴിഞ്ഞ് കുറച്ച് കൂടി കടലിന് അടിയിലോട്ട് 28 മീറ്റർ താഴ്ചയിലും 2 സ്ലേറ്റ് സ്ലാബുകളുണ്ട്. പ്രകൃതി തന്നെ ഉണ്ടാക്കിയ വളരെ വലിയ സ്ലേറ്റിൻ്റെ അടിത്തറ. അവിടെ ആ കപ്പൽ മുക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ആഴവുമില്ല, എളുപ്പത്തിൽ സാധനം എടുക്കാൻ പറ്റും. അപ്പം എവിടെ, ഏത് ഭാഗത്തായിരിക്കും അവരത് മുക്കിയിട്ടുണ്ടാവുക? 14 മീറ്റർ താഴ്ചയല്ലോ, 28 മീറ്റർ താഴ്ചയല്ലോ? അതെന്തായാലും 28 മീറ്റർ താഴ്ചയിലേ മുക്കുള്ളൂ. കാരണം 14 മീറ്റർ താഴ്ചയിലാണ് അവർ മുക്കുന്നതെങ്കിൽ വേലി ഇറക്കം വരുമ്പോൾ കപ്പലിൻ്റെ മോൾ ഭാഗം തെളിഞ്ഞു കാണും. ഒരിക്കലും അത്തരം ഒരവസ്ഥ വരാൻ അവരാഗ്രഹിക്കുന്നില്ല. കാൽവർട്ട് പറഞ്ഞ ആ സ്ഥലത്തിനടുത്തെത്തിയ ഹച്ചിൻസൺ പെട്ടെന്ന് എഞ്ചിൻ ന്യൂട്രലാക്കി. അതിനുശേഷം ഒന്ന് ചെവി ഓർത്തിട്ട് കാൽവർട്ടിനോട് പറഞ്ഞു, താങ്കളുടെ ഊഹം ശരിയാണ്. ഒരു ഡീസൽ എഞ്ചിൻ വർക്ക് ചെയ്യുന്ന സൗണ്ട് എനിക്ക് കേൾക്കാം. അല്പദൂരം കൂടി മുന്നോട്ട് പോയപ്പോൾ കാൽവർട്ടിനും ആ സൗണ്ട് വ്യക്തമായി കേൾക്കാൻ തുടങ്ങി. കാൽവർട്ട് അദ്ദേഹത്തിന്റെ സ്കൂബ സ്യൂട്ട് ധരിച്ചു. അതിൽ 2 ടാങ്കുകളും അറ്റാച്ച് ചെയ്തു. ഫയർക്രസ്റ്റിന്റെ ആങ്കർ താഴേക്കിട്ടു. ഫയർക്രസ്റ്റ് നിശ്ചലമായി കഴിഞ്ഞപ്പോൾ കാൽവർട്ട് കടലിലേക്ക് ചാടി. അല്പദൂരം നീന്തിയപ്പോൾ അദ്ദേഹം ഒരു ഡൈവിംഗ് ബോട്ട് കണ്ടു. ഡൈവിംഗ് ബോട്ട് എന്ന് പറഞ്ഞാൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കടലിനടിയിൽ സ്കൂബ സ്യൂട്ട് ധരിച്ചു പോകുന്നവർക്ക് ഉള്ള ഓക്സിജനും മറ്റ് സപ്ലൈസും പൈപ്പ് വഴി താഴേക്ക് കൊടുക്കുന്ന ഒരു ബോട്ട്. കൂടാതെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസും അതിലുണ്ടാവും. ആ ബോട്ടിൽ ആവശ്യമായ കംപ്രസറുകളും മറ്റ് ഉപകരണങ്ങളും എല്ലാം കാൽവർട്ട് നോക്കി മനസ്സിലാക്കി. അദ്ദേഹം പതുക്കെ ആ ബോട്ടിലേക്ക് കയറി. അതിൽ ആ സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല. ആ ബോട്ട് പരിശോധിച്ചുകൊണ്ട് നടന്ന അദ്ദേഹത്തിന് അരണ്ട വെളിച്ചത്തിൽ, കാരണം മൂടൽമഞ്ഞാണ്, ഒന്നും വ്യക്തമായിട്ട് കാണുന്നില്ല. താഴത്തേക്ക് പോയ കാൽവർട്ട് 28 മീറ്റർ താഴ്ചയിലായിട്ട് അദ്ദേഹത്തിന്റെ ഊഹം ശരിയാണെന്ന് ഉറപ്പിച്ചുകൊണ്ട് നാൻഡസ്വിൽ ഷിപ്പ് കണ്ടു. 2 പേരയിൽ വർക്ക് ചെയ്യുന്നതായിട്ട് അദ്ദേഹത്തിന് പുറമേന്നെ കാണാൻ സാധിച്ചു. അരണ്ട വെളിച്ചമേ ഉള്ളൂ. ആ 2 വെളിച്ചം എവിടെ നിന്നാണ് പുറപ്പെടുന്നതെന്ന് നോക്കി അദ്ദേഹം മനസ്സിലാക്കി അത് ആ കപ്പലിന്റെ സ്ട്രോങ് റൂമിൽ നിന്നാണ്. സ്ട്രോങ് റൂമിന് പുറത്തുള്ള 2 പേർ അതിൻ്റെ അകത്തു നിന്ന് പുറത്തേക്ക് വരുന്ന ഓരോ സ്റ്റീൽ ബോക്സുകൾ കയറിൽ കുരുക്കുന്നു. കയറിൽ കുരുക്കിയതിന് ശേഷം അവരതുമായിട്ട് മുകളിലേക്ക് പോകുന്നു. കാൽവർട്ട് അപ്പർ ഡെക്കിൻ്റെ അടിയിലുള്ള സ്ലാബിൽ, തിങ്കളാഴ്ച രാത്രി അദ്ദേഹം ഒളിച്ചു കിടന്ന അതേ സ്ലാബിൽ കയറി കിടന്നു. ഈ 2 ആൾക്കാർ മുകളിലോട്ട് പോയപ്പോൾ അദ്ദേഹം സ്ട്രോങ് റൂമിൻ്റെ ഭാഗത്തേക്ക് പോയി. അദ്ദേഹം കണ്ടത് ഒരാളവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അയാളുടെ സ്കൂബ സ്യൂട്ടിൻ്റെ ഹെൽമെറ്റിൽ ഒരു ലൈറ്റ് പിടിപ്പിച്ചിട്ടുണ്ട്, ഒരു ഹെഡ് ലൈറ്റ്. അതിൽ നിന്ന് വരുന്ന ലൈറ്റാണ് കാണുന്നത്. സ്കൂബ സ്യൂട്ടിലേക്കും ഈ ബോട്ടിൽ നിന്നുള്ള എയർ പൈപ്പുകളും
മറ്റ് കേബിൾസും എല്ലാം വരുന്നുണ്ട്. മുകളിലുള്ള പല സാധനങ്ങളും കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ചിൻ്റെ കേബിൾസ് എല്ലാം ആ സ്കൂബ സ്യൂട്ടിലേക്ക് വരുന്നുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കി. പെട്ടെന്ന് ആ മനുഷ്യൻ ഒരു കയർ വലിച്ചു. കാൽവട്ട് പെട്ടെന്ന് ഒഴിഞ്ഞു മാറിയെങ്കിലും ചെറുതായി ആ കയറിലൊന്നും തട്ടി. പക്ഷേ അത് മറ്റേ ആൾ മനസ്സിലാക്കും എന്ന് അദ്ദേഹം വിചാരിച്ചതേയില്ല. പക്ഷെ അടുത്ത നിമിഷം അയാൾ കയ്യിൽ ഒരു കത്തിയുമായിട്ട് കാൽവർട്ടിന് നേരെ തിരിഞ്ഞു. കാൽവർട്ട് ആ ഹെഡ്ലൈറ്റിന്റെ വെളിച്ചത്തിൽ അയാളുടെ മുഖം വ്യക്തമായി കണ്ടു. അത് ക്വിന്നായിരുന്നു. ക്വിൻ ആ ഹെൽമെറ്റിന്റെ ഗ്ലാസ്സിലൂടെ ഒന്ന് ചിരിച്ചു കാൽവർട്ടിനെ നോക്കി. അപ്പോഴും അത് കാൽവർട്ടാണെന്ന് അയാൾക്ക് മനസ്സിലായിട്ടില്ല. കാരണം കാൽവർട്ട് നിൽക്കുന്ന ഭാഗത്ത് ഇരുട്ടാണ്. പെട്ടെന്ന് ക്വിൻ ആ കത്തിയുമായി കാൽവർട്ടിന് നേരെ അടുത്തു. കാൽവർട്ട് ആ സമയത്ത് ആ എയർ പൈപ്പ് പിടിച്ചൊന്ന് വലിച്ചു. ക്വിന്നിൻ്റെ ബാലൻസ് തെറ്റി ക്വിൻ ആ കത്തിയുമായി മുന്നോട്ട് വീണു. അടുത്ത നിമിഷം കാൽവർട്ടിൻ്റെ വലത്തെ വാരിയലിൽ ഒരു വേദന അനുഭവപ്പെട്ടു. അത് ക്വിൻ വീണപ്പോൾ കത്തി ദേഹത്തൊന്ന് തട്ടി, അത്രേ ഉള്ളൂ. വീണ്ടും താഴോട്ട് വീണ ക്വിന്ന് ആ കയ്യിലിരുന്ന കത്തി കൊണ്ട് അയാൾ അറിയാതെ തന്നെ ആ എയർ പൈപ്പ് മുറിച്ചതല്ല, കത്തി തട്ടി അത് മുറിഞ്ഞു. അടുത്ത നിമിഷം സംഭവിക്കുന്ന നമുക്ക് ഊഹിക്കാമല്ലോ. എയറിന് പകരം അറ്റ്ലാന്റിക് ഓഷനിലെ ഉപ്പുവെള്ളമാണ് പിന്നെ അയാളുടെ ലങ്സിലേക്ക് കയറുന്നത്. അയാൾ പിടഞ്ഞു മരിക്കുന്നത് കാൽവർട്ട് ഒരു നിമിഷം നോക്കി. അതിനുശേഷം കാൽവർട്ട് വീണ്ടും അപ്പർ ഡെക്കിലേക്ക് പോയി. അപ്പോഴേക്കും മുകളിലേക്ക് പോകുന്നവർ തിരിച്ചു വരുന്ന അദ്ദേഹം കണ്ടു. അദ്ദേഹം വീണ്ടും അപ്പർ ഡെക്കിൻ്റെ അപ്പർ സ്ലാബിൽ കയറി കിടന്നു. പിന്നീട് താഴെ എത്തുന്നവരുടെ റിയാക്ഷൻ എന്താണെന്ന് അദ്ദേഹം ശ്രദ്ധിക്കാൻ നിന്നില്ല. കാരണം അത് ആർക്കും മനസ്സിലാകാവുന്നതേ ഉള്ളൂ. ക്വിന്നിൻ്റെ കയ്യിലിരുന്ന കത്തി അബദ്ധത്തിൽ തട്ടി എയർ പൈപ്പ് മുറിഞ്ഞു, അത്രേ എല്ലാവരും മനസ്സിലാക്കുകയുള്ളൂ. അയാൾ കത്തി എന്തിനെടുത്തു എന്നുള്ള കാര്യം മാത്രം ആർക്കും പിടിയിട്ടില്ല. കൂടുതൽ അവിടെ നിൽക്കാതെ കാൽവർട്ട് ആ റോപ്പ് ഫോളോ ചെയ്ത് ഡൈവിംഗ് ബോട്ടിൻ്റെ ഭാഗത്തെത്തി. അവിടെ നിന്ന് നീന്തി നാൻഡസ്വില്ലിൽ കയറി. അദ്ദേഹത്തിൻ്റെ സ്കൂബ സ്യൂട്ട് അഴിച്ചപ്പോൾ അടിയിൽ ചോര പുരണ്ട ഉടുപ്പ് കണ്ട് ഹച്ചിൻസൺ അടുത്ത് വന്നു. എന്തു പറ്റി? ഞാൻ ക്വിന്നിനെ കണ്ടു. ഹച്ചിൻസൺ ഒന്ന് ചിരിച്ചു. അപ്പോൾ ക്വിന്ന് മരിച്ചു അല്ലേ? കാൽവർട്ട് പറഞ്ഞു. അയാൾ എൻ്റെ നേരെ കത്തി വീശിയപ്പോൾ എയർ പൈപ്പിൽ തട്ടി. അതൊന്നും ഞാൻ വിശ്വസിക്കില്ല. താങ്കൾക്ക് ക്വിന്നിനോടുള്ള ദേഷ്യം എനിക്കറിയാം, ഹച്ചിൻസൺ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. സത്യം വിശ്വസിക്കാൻ ഹച്ചിൻസൺ തയ്യാറല്ല. പിന്നീട് അവർ വളരെ പെട്ടെന്ന് തന്നെ ഹച്ചിൻസന്റെ വീട്ടിലെത്തി. അവിടെ ചീഫിനോട് വീണ്ടും ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ചീഫും ഹച്ചിൻസന്റെ അതേ രീതിയിൽ അതൊക്കെ വിട്, അയാൾ എങ്ങനെ മരിച്ചു എന്നൊക്കെ ഞങ്ങൾ ഊഹിച്ചോളാം. ഏതായാലും ഒരു കാര്യത്തിൽ ഞാൻ കാൽവർട്ടിനെ അഭിനന്ദിക്കുന്നു. ഞാൻ അവനെ കൊല്ലാമോ എന്ന് ചോദിച്ചിട്ട് 24 മണിക്കൂർ കഴിഞ്ഞില്ല, അവനേതാ താങ്കൾ കൊന്നിരിക്കുന്നു. ചീഫും ഹച്ചിൻസനും കാൽവർട്ടും കൂടി കുറച്ചു നേരം കാര്യങ്ങൾ ചർച്ച ചെയ്തു. കാൽവർട്ട് പറഞ്ഞു, ഒരു സ്റ്റീൽ ബോക്സിൻ്റെ അകത്ത് 15 കിലോഗ്രാം സ്വർണം ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ആ സ്വർണം മുഴുവൻ അവർ മാറ്റി തീർക്കാൻ ഇന്ന് കൊണ്ട് കഴിയില്ല. ഇന്ന് രാത്രിയും കൂടി വേണ്ടി വരും. കാരണം ഇത് ഓരോ പെട്ടിയായിട്ട് വലിച്ചു കയറ്റണം. അത് ഡൈവിംഗ് ബോട്ടിലെത്തി. ഡൈവിംഗ് ബോട്ടിൻ്റെ കപ്പാസിറ്റി ആകുമ്പോൾ അത് ഡസ്ബീസിയറിൻ്റെ ബോട്ട് ഹൗസിൽ എത്തിക്കണം. അതുകൊണ്ട് ഇതൊരു സ്ലോ പ്രോസസ്സാണ്. ഇന്ന് രാത്രിയും അവരിത് വേണ്ടി വരും. ബുധനാഴ്ച തൊട്ട് ആരംഭിച്ചു എന്ന് വിചാരിച്ചാൽ. കാരണം തിങ്കളാഴ്ച രാത്രി ആ കപ്പൽ താഴ്ത്തിയെങ്കിലും ചൊവ്വാഴ്ച കാലാവസ്ഥ വളരെ മോശമായിരുന്നു, ശക്തമായ മഴയായിരുന്നു. അതുകൊണ്ട് അന്ന് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഹച്ചിൻസൺ ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അപ്പം ഇന്ന് രാത്രി നമ്മൾ ഡസ്ബിയറിൻ്റെ ബോട്ട് ഹൗസിലെത്തും. അവരുടെ സംസാരം അവസാനിക്കാറായ സമയത്ത് ഷാലറ്റ് അവിടേക്ക് കയറി വന്നു. അവൾ വളരെ പെട്ടെന്ന് തന്നെ കാൽവർട്ടിൻ്റെ മുറിവൊക്കെ നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്തു. അപ്പോഴേക്കും ചീഫും ഹച്ചിൻസനും സ്കോച്ചൊക്കെ എടുത്ത് അവരുടെ വീട്ടിൻ്റെ ഫ്രണ്ട് ഹാളിലിരിക്കുകയാണ്. ഷാലറ്റ് ചോദിച്ചു, എന്താ പറ്റിയത്? സംഭവിച്ച കാര്യങ്ങളെല്ലാം സത്യസന്ധമായി തന്നെ പറഞ്ഞു. അവൾ വീണ്ടും പക്ഷേ പറഞ്ഞു, ഇന്ന് രാത്രി താങ്കൾ ഒരു കാരണവശാലും പോകരുത്. കാൽവർട്ട് പറഞ്ഞു, അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ, അതിന് യാതൊരു മാറ്റവുമില്ല. പെട്ടെന്ന് അവൾ കാൽവർട്ടിൻ്റെ കഴുത്തിൽ കൈ ചുറ്റി. കഴുത്തൊടിക്കണോ എന്നാണ് കാൽവർട്ട് വിചാരിച്ചത്. വാസ്തവത്തിൽ അല്പം സ്നേഹത്തോടെ ചെയ്തു നോക്കിയതാണ്. പക്ഷേ ക്വിൻ തിങ്കളാഴ്ച ഏൽപ്പിച്ച മുറിവിലെ വേദന കാരണം അങ്ങനെ തോന്നിപ്പോയതാണ്. രാത്രി 11 മണിയായപ്പോൾ ചീഫും
ഹച്ചിൻസണും കാൽവർട്ടും ഫാൽക്കസിന് നേരെ നടന്നു. ആ സമയത്ത് ബ്ലാക്ക് ടീഷർട്ടും ബ്ലാക്ക് റെയിൻകോട്ടും എല്ലാം ധരിച്ച് ഷാലറ്റ് അവിടെ വന്നു. കാൽവർട്ട് പറഞ്ഞു, നീ വരണ്ട, ഞങ്ങൾ പൊക്കോളാം. അവൾ ഒരു ലേശം വിഷമത്തോടെ പറഞ്ഞു, ഞാൻ മുറിവ് ബാൻഡേജ് ചെയ്തുകൊണ്ടിരിക്കുന്നപ്പോൾ താങ്കൾ പറഞ്ഞല്ലോ എൻ്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരാമെന്ന്. കാൽവർട്ട് പറഞ്ഞു, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. നിന്നെ സഹായിക്കാൻ വേണ്ടതെല്ലാം ഞാൻ ചെയ്യാം എന്നാണ് പറഞ്ഞത്, അല്ലാതെ നിന്നെ കൊല്ലിക്കാൻ കൊടുക്കാം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞവർ മുന്നോട്ട് കടന്നു. ഹച്ചിൻസൺ ഫാർക്രസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. അവർ നേരെ ഡബ്കെയറിൻ്റെ ബോട്ട് ഹൗസ് ലക്ഷ്യമാക്കി നീങ്ങാൻ തുടങ്ങി. നല്ല ഇരുട്ടായിരുന്നെങ്കിലും ഹച്ചിൻസന്റെ പരിചയവും പിന്നെ കൂടാതെ ആ കപ്പലിലുള്ള എക്യുപ്മെന്റ്സിന്റെ സഹായത്തോടെ അവർ പെട്ടെന്ന് അവിടെ എത്തിച്ചേർന്നു. നേരത്തെ കാൽവർട്ട് മനസ്സിലാക്കിയിരുന്ന ഒരു കാര്യമുണ്ട്, ആ ഡസ്ബീസിയർ ഐലൻഡിന്റെ ബോട്ട് ഹൗസിന്റെ ഗേറ്റ് ശരിയായ രീതിയിൽ അടയില്ല. 2 ഗേറ്റുകൾക്കും തമ്മിൽ ഒരു ഗ്യാപ്പുണ്ട്. വ്യക്തമായിട്ട് ആ ബോട്ട് ഹൗസിൻ്റെ അകത്തുള്ള വെളിച്ചം ആ ഗ്യാപ്പിലൂടെ അവർ കണ്ടു. കാൽവർട്ട് ഹച്ചിൻസനോട് പറഞ്ഞു, ഇടതുവശത്തായിട്ട് അവരുടെ ഡൈവിംഗ് ബോട്ട് 2 നിൽക്കുന്നുണ്ടാവും. ഹച്ചിൻസൺ ചോദിച്ചു, 2? അതെ, ഒരെണ്ണം ഞാൻ അവിടെ ഇന്ന് പുലർച്ചെ കണ്ടിരുന്നു. ആ ഒരെണ്ണം അവിടെ നിൽക്കുമ്പോഴും കടലിൽ ഓപ്പറേഷൻ നടക്കുന്നുണ്ട്. അപ്പം ഞാൻ കണ്ടത് ഒരു സ്പെയർ ബോട്ടാണ്. ഇപ്പോൾ അവർ പകലത്തെ ലോഡൊക്കെ ഇറക്കി അടുത്ത ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മിക്കവാറും 2 അവിടെ കാണും. ഏതായാലും ഹച്ചിൻസൺ വളരെ വിദഗ്ധമായി ഫയർക്രസ്റ്റ് ഓടിച്ച് ആ ബോട്ട് ഹൗസിൻ്റെ ഗേറ്റിനടുത്തെത്തി. പിന്നീട് അദ്ദേഹം ചെയ്തത് പെട്ടെന്ന് അത് വലത്തോട്ട് തിരിച്ചുകൊണ്ട് ആ ബോട്ട് ഹൗസിൻ്റെ ഗേറ്റിൽ ശക്തമായിട്ട് ഇടിക്കുകയായിരുന്നു. 2 കാര്യങ്ങളാണ് അതുകൊണ്ട് സംഭവിച്ചത്. ഇടവും വലവും ഭാഗത്ത് നമ്മൾ മുമ്പേ മനസ്സിലാക്കിയ പോലെ റബ്ബർ ടയർ കൊണ്ടുള്ള ഫെൻഡേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അവിടെയൊന്നും എന്തെങ്കിലും ശക്തമായിട്ട് വന്ന് ഇടിച്ചാലും ബോട്ടിന് ഡാമേജ് സംഭവിക്കില്ല. ആ ശക്തമായ ഇടിയിൽ വലതുവശത്തുള്ള ഗേറ്റിന്റെ വിജാഗിരി അടർന്ന് ആ ഗേറ്റ് തെറിച്ചുപോയി. അതിവേഗതയിലുള്ള ആ പോക്കിൽ ബോട്ട് ഹൗസിന്റെ മതിലിടിച്ച് കപ്പൽ തകരുമായിരുന്നു. ബോട്ട് ഹൗസിന്റെ ടോപ്പിൽ തട്ടി കപ്പലിന്റെ മാസ്റ്റ് മുറിഞ്ഞു വീണു. ആ ഒരു ഇമ്പാക്റ്റിൽ കപ്പലിന്റെ വേഗത കുറഞ്ഞു. അതുകൊണ്ട് കപ്പലിന് വലിയ അപകടമൊന്നും പറ്റാതെ ഹച്ചിൻസൺ ആ കപ്പൽ അവിടെ നിർത്തി. കാൽവർട്ട് ഇതിനിടയിൽ അദ്ദേഹത്തിന്റെ മെഷീൻ ഗണ്ണും എടുത്ത് ഇടതുവശത്തൂടെ പുറത്തേക്ക് കടന്നു. മറ്റൊരു മെഷീൻ ഗണ്ണുമായി ചീപ്പ് വലതുവശത്തെ വാതിലിലൂടെ പുറത്ത് കടന്നപ്പോൾ കാൽവർട്ടിന് വ്യക്തമായി കാണാൻ കഴിഞ്ഞു, ഡൈവ് ചെയ്യുന്ന ആൾക്കാർ ബോട്ട് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ സൂപ്പർവൈസ് ചെയ്തുകൊണ്ട് അവിടെ 3 ആൾക്കാർ നിൽക്കുന്നത് അദ്ദേഹം കണ്ടു. ക്യാപ്റ്റൻ ഇമ്രിയും ലാവ്റോസ്കിയും ഡോൾമാനും. കപ്പലിൽ വെച്ച് അദ്ദേഹം ചൊവ്വാഴ്ച പരിചയപ്പെട്ട വ്യക്തികൾ. കാൽവർട്ട് അവരുടെ നേരെ തോക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ആരും അനങ്ങരുത്, ആരും ആയുധങ്ങൾ എടുക്കാൻ ശ്രമിക്കരുത്. നിങ്ങൾ വന്ന് ഈ കപ്പലിന്റെ ഡെക്കിലേക്ക് കയറുക. അപ്പോൾ പെട്ടെന്ന് ആ കപ്പൽ ഇടിച്ചു കയറിയ ഒരു ആഘാതത്തിൽ അവരെല്ലാം അന്തം വിട്ട് നിൽക്കുകയാണ്. ആരും ആയുധങ്ങൾ കയ്യിലില്ല. അങ്ങനത്തെ നീക്കം അവർ പ്രതീക്ഷിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പിന്നീട് ഒന്നും ചെയ്യാൻ പറ്റാതെ അവർ ആ കപ്പലിൻ്റെ ഡെക്കിലേക്ക് വന്ന് കയറി. അവർ 3 ആളും കയറി കഴിഞ്ഞ സമയത്ത് കാൽവർട്ട് പറഞ്ഞു, നിങ്ങളുടെ കൈവശമുള്ള ആയുധങ്ങളൊക്കെ എടുത്ത് ഈ കപ്പലിൻ്റെ ഡെക്കിൽ വെച്ചേക്കുക. പിന്നെ ആരും ഒന്നും ചെയ്യാൻ ശ്രമിക്കരുത്, മനസ്സിലായല്ലോ? ക്യാപ്റ്റൻ ഇമ്രി പറഞ്ഞു, മനസ്സിലായി. പക്ഷെ അവർ ആയുധങ്ങളെടുത്ത് താഴെ വയ്ക്കുന്നതിനിടയിൽ കാൽവർട്ടിൻ്റെ പുറകെ ഒരു പിസ്റ്റളിൻ്റെ തണുപ്പ് അദ്ദേഹം ഫീൽ ചെയ്തു. പുറകുന്ന് ഒരു സ്ത്രീ ശബ്ദവും കേട്ടു. ആദ്യം താങ്കളുടെ ആയുധം താഴെയിട്. അത് ഷാലറ്റാണെന്ന് കാൽവർട്ടിന് മനസ്സിലായി. കാൽവർട്ട് ഒന്നും മിണ്ടാതെ ആയുധം താഴെ വെച്ചു. അത് കഴിഞ്ഞ് തിരിഞ്ഞു. ഷാലറ്റ് ആകെ നനഞ്ഞൊട്ടിയ വേഷത്തിൽ അവിടെ നിൽപ്പുണ്ട്. കാൽവർട്ട് ചോദിച്ചു, നീ അങ്ങനെ ഇവിടെ വന്നു? നിങ്ങൾ എന്നെ കൊണ്ടുപോകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളെ ഫോളോ ചെയ്തു. അത് കഴിഞ്ഞ് നിങ്ങൾ കപ്പൽ സ്റ്റാർട്ട് ചെയ്ത് കപ്പൽ സ്പീഡ് എടുക്കുമ്പോഴേക്കും ഞാൻ നീന്തി കപ്പലിൻ്റെ ലോവർ ഡെക്കിൽ കയറി. എനിക്ക് നിങ്ങൾ മുമ്പേ അലോട്ട് ചെയ്തിരുന്ന ആ റൂമിൻ്റെ അകത്ത് ഞാൻ ഒളിച്ചിരുന്നു. പെട്ടെന്ന് കാൽവർട്ട് അവളെ ശക്തമായി പുറകോട്ട് തള്ളി. ഒപ്പം കാൽവർട്ടും എടുത്ത് പുറത്തേക്ക് ചാടി. അത്തരം ഒരു നീക്കം ക്യാപ്റ്റൻ ഇമ്രിയും ആൾക്കാരും പ്രതീക്ഷിച്ചില്ല. പുറത്തേക്ക് വീണ ഷാലറ്റിന് ഹച്ചിൻസൺ താങ്ങി. അതുകൊണ്ട് അവൾ കടലിൽ വീണില്ല. കാൽവർട്ടാണെങ്കിൽ സൈഡിലുള്ള ഒരു ഹുക്കിൽ തൂങ്ങി.
ഒപ്പം അവിടെ തൂങ്ങിക്കിടന്നിരുന്ന ഒരു മെഗാഫോൺ അദ്ദേഹം കയ്യിലെടുത്തു. എന്നിട്ട് അതിലൂടെ വിളിച്ചു പറഞ്ഞു, ആരും അനങ്ങരുത്, ആരും എന്നെ വെടിവെക്കാനും ശ്രമിക്കണ്ട, എല്ലാവരും ഒന്ന് തിരിഞ്ഞു നോക്കുന്ന ഒന്നായിരിക്കും. തിരിഞ്ഞു നോക്കി അവരെല്ലാം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. കാരണം അവർക്ക് നേരെ മെഷീൻ ഗണ്ണുകളും ഉന്നം പിടിച്ചുകൊണ്ട് 12 നേവൽ കമാൻഡോസ് അവിടെ നിൽക്കുന്നു. അത് ആ ഐലൻഡിൽ നിന്ന് ബോട്ട് ഹൗസിലേക്ക് വരുന്ന ആ ടണൽ വഴി അവർ വന്നിരിക്കുകയാണ്. ആ കമാൻഡോസിൻ്റെ നേതാവെന്ന് തോന്നിച്ച വ്യക്തി വിളിച്ചു പറഞ്ഞു, ക്യാപ്റ്റൻ എംറി, ലാവ്റോസ്കി, ഡോൾമാൻ, ഹാൻഡ്സ് അപ്പ്. ക്യാപ്റ്റൻ എംറിയും ഡോൾമാനും പെട്ടെന്ന് കൈകൾ പൊക്കി. പക്ഷേ ലാവ്റോസ്കി ഒന്നും പഠിച്ചു. അവരുടെ നേരേക്ക് നടന്നു തുടങ്ങിയിരുന്ന ആ കമാൻഡോ ചീഫ് പെട്ടെന്ന് കയ്യിലിടുന്ന മെഷീൻ ഗണ്ണൊന്ന് ഉയർത്തി. ലാവ്റോസ്കിയുടെ വലത്തെ കൈയിലൂടെ രക്തം ഒഴുകാൻ തുടങ്ങി. വീട്ടിൽ വെച്ച് കഴിഞ്ഞിരുന്നു. ലാവ്റോസ്കി നിലത്ത് വീണു. അവിടെ നിന്ന് ഒരുവിധം മെല്ലെ എഴുന്നേറ്റു. മിസ്റ്റർ കാൽവർട്ട് പറഞ്ഞു, ഞാനാണ്. പെട്ടെന്ന് അദ്ദേഹം കാൽവർട്ടിനെ നോക്കി സല്യൂട്ട് ചെയ്തു. സർ, ക്യാപ്റ്റൻ റോളി ഫ്രം റോയൽ മറൈൻ കമാൻഡോസ്. കാൽവർട്ട് പെട്ടെന്ന് ചീഫിനെ ചൂണ്ടി പറഞ്ഞു, ഇതാണ് നേവൽ സീക്രട്ട് സർവീസിൻ്റെ ചീഫ് സർ ആർതർ ജാൻസൺ. ക്യാപ്റ്റൻ അദ്ദേഹത്തെ നോക്കി സല്യൂട്ട് ചെയ്തു. അതിനുശേഷം അവർ നിർത്തിയാൽ സംസാരിച്ചു. ചീഫ് ചോദിച്ചു, നമ്മുടെ ലോർഡ് വെക്സൈഡും കൗറാസും ഒക്കെ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. ഷാങ്ക്രില യാട്ട് അതും ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. സെല്ലറിലേക്ക് 2 ആൾക്കാർ പോയിട്ടുണ്ട്. കാൽവർട്ട് പെട്ടെന്ന് ക്യാപ്റ്റൻ എംറിയോട് ചോദിച്ചു, സെല്ലറിൽ എത്ര ഗാർഡുകളുണ്ട്? ക്യാപ്റ്റൻ എംറി ഒന്നും മിണ്ടാതെ നിലത്തേക്ക് ഒരു തുപ്പ് തുപ്പി, വളരെ പുച്ഛത്തിൽ. പെട്ടെന്ന് ക്യാപ്റ്റൻ റോളി അയാളുടെ മെഷീൻ ഗണ്ണൊന്ന് ഉയർത്തി. പെട്ടെന്ന് ക്യാപ്റ്റൻ എംറി പറഞ്ഞു, അവിടെ 2 ഗാർഡ്. ചീഫ് ചോദിച്ചു, അവിടേക്ക് 2 കമാൻഡോസ് പോയാൽ മതിയോ? പെട്ടെന്ന് ഐലൻഡിൻ്റെ ഭാഗത്തുനിന്ന് ഒരു വെടിശബ്ദം കേട്ടു. ക്യാപ്റ്റൻ റോളി പറഞ്ഞു, അതിലേതോ ഒരുത്തൻ എന്തോ മണ്ടത്തരം കാണിച്ചിട്ടുണ്ട്, അവൻ്റെ പണി കഴിഞ്ഞു. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും 4 കമാൻഡോസിൻ്റെ നേതൃത്വത്തിൽ അവിടേക്ക് ഒരു സംഘം വന്നു. അത് ലോർഡ് വെക്സൈഡ്, സർ അന്തോണീസ് കൗറാസ്, ലോർഡ് വെക്സൈഡിൻ്റെ മകൾ സൂസൻ. കൗറാസിനെ കണ്ടപ്പോൾ ചീഫ് പെട്ടെന്ന് അടുത്തേക്ക് വന്നു. അവർ പഴയ ഫ്രണ്ട്സ് ആണല്ലോ. ചീഫ് ചോദിച്ചു, തനിക്ക് എന്ത് പറ്റിയടോ ഇത്രയും മണ്ടത്തരങ്ങളെ കാണിക്കാൻ? അദ്ദേഹം ഒന്നും മിണ്ടാതെ തലതാത്തി വന്നു. ചീഫ് പിന്നെയും പറഞ്ഞു, താൻ ഈ ലാവ്റോസ്കിയുടെയും പിന്നെ ക്യാപ്റ്റൻ എംറിയുടെയും വലിയൊരു വീണു. അവർ തന്നെ ഭീഷണിപ്പെടുത്തി ഓരോന്ന് ചെയ്യിക്കുന്നു, ഇതല്ലേ സത്യം? കൗറാസ് വളരെ അത്ഭുതത്തോടെ ചീഫിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു, അല്ല, താങ്കൾക്ക് എങ്ങനെ ഇതെല്ലാം മനസ്സിലായി? അതിനാണല്ലോ എൻ്റെ ഈ പയ്യൻ. അദ്ദേഹം കാൽവർട്ടിൻ്റെ നേർക്ക് വിരൽ ചൂണ്ടി. ചീഫ് തുടർന്നു, താങ്കൾ ഇദ്ദേഹത്തെയും ഹൺസ്ലെറ്റിനെയും ഡ്രിങ്ക്സിന് ക്ഷണിച്ച ദിവസം തന്നെ കാൽവർട്ടിന് കഥ ഏകദേശം മനസ്സിലായി. എങ്ങനെയെന്നറിയോ? സ്കൗർ ഒന്നും വേണ്ടിയില്ല. മിസ്സിസ് കൗറാസിനെ കല്യാണം കഴിക്കണം എന്നൊരാഗ്രഹം അവൻ പ്രകടിപ്പിച്ചില്ലേ? ആ സമയത്ത് തൻ്റെ മുഖത്ത് കണ്ട ഭാവമാറ്റം, അതിൽ നിന്ന് അവന് മനസ്സിലായി താൻ ഒരിക്കലും രണ്ടാമതൊരു കല്യാണം കഴിക്കാനുള്ള മെൻറ്റാലിറ്റിയിലല്ല. അപ്പോൾ താൻ കല്യാണം കഴിച്ചെങ്കിൽ അത് തന്നെ ഭീഷണിപ്പെടുത്തി ആണ് ഷാലറ്റിനെ കല്യാണം കഴിപ്പിച്ചത്. ഇനി വേറൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ, തൻ്റെ ആദ്യ ഭാര്യ മരിച്ചിട്ടില്ല. ഓരോ അത്ഭുതത്തോടെ നോക്കുകയാണ് ചീഫിന്. മരിച്ചിട്ടില്ലേ? അവൾ പാരീസിൽ കാർ ആക്സിഡൻറ്റിൽപ്പെട്ട് മരിച്ചു എന്നാണല്ലോ ഇവരെന്നോട് പറഞ്ഞത്. അങ്ങനെയല്ല അവർ കൃത്യമായിട്ട് പറഞ്ഞത്, എനിക്ക് ഓർമ്മയില്ലേ? കാർ ആക്സിഡൻറ്റിൽപ്പെട്ട് ആശുപത്രിയിലാണ്, ആ ആക്സിഡൻറ്റ് പ്ലാൻഡ് ആണ്, ഇവർ പറയുന്ന രീതിയിൽ അനുസരിച്ചില്ലെങ്കിൽ അവളെ കൊല്ലും എന്നാണല്ലോ ആദ്യം പറഞ്ഞത്. അപ്പോഴും കൗറാസ് സമ്മതഭാഗത്തിൽ മൗനമായിട്ട് വന്നു. പക്ഷേ പിന്നീട് അവർ പറഞ്ഞു മിസ്സിസ് കൗറാസ് മരിച്ചു എന്ന്. അതിനുശേഷം ഷാലറ്റിനെ തന്നെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു. ശരിയല്ലേ? സമ്മതഭാഗത്തിൽ അയാളൊന്ന് തലയാട്ടി. വാസ്തവത്തിൽ സംഭവിച്ചത് മിസ്സിസ് കൗറാസ് മരിച്ചിരുന്നില്ല. പക്ഷേ മരിച്ചു എന്നുള്ള രീതിയിൽ അവർ രേഖകളുണ്ടാക്കി, അവർക്ക് വേണ്ടി ഒരു കല്ലറയൊക്കെ പണി കഴിപ്പിച്ചു. കാൽവർട്ടിൻ്റെ ഈ സംശയം അറിഞ്ഞപ്പോൾ ഞാൻ പാരീസ് പോലീസ് ചീഫുമായിട്ട് ബന്ധപ്പെട്ടു. അവർ ആ കല്ലറ തുറന്ന് പരിശോധിച്ചു. അതിൻ്റെ അകത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല. അതോടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് കൊടുത്ത ഡോക്ടറെ അവർ പൊക്കി. ഫ്രാൻസിലെ നിയമം അനുസരിച്ച് ഒരു വ്യാജ ഡെത്ത് സർട്ടിഫിക്കറ്റ് കൊടുത്താൽ
അയാളെ കൊലക്കുറ്റത്തിനകത്താക്കും. അതുകൊണ്ട് പിന്നെ ഡോക്ടർ വേഗം അയാളുടെ പ്രൈവറ്റ് നഴ്സിംഗ് ഹോമിൻ്റെ ഒരു റൂമിൽ അടച്ചിട്ടിരുന്ന സ്കൗറാസിനെ തുറന്ന് പോലീസിനെ ഹാൻഡ് ഓവർ ചെയ്തു. ഇപ്പം അവർ ലണ്ടനിലൊരു ഹോസ്പിറ്റലിലുണ്ട്. പിന്നീട് ചീഫ് ലോർഡ് ക്രിക്സൈഡിന് നേരെ തിരിഞ്ഞു. അവരും പഴയ ഫ്രണ്ട്സ് തന്നെയാണ്. ഇനി ഒന്നും പേടിക്കണ്ട, എല്ലാം ശരിയാവാൻ പോവാണ്. പെട്ടെന്ന് ലോർഡ് ക്രിക്സൈഡ് പറഞ്ഞു, ആ സെല്ലറിൻ്റെ ഭാഗത്ത് നിന്ന് എല്ലാം വെടിവെച്ചുകളൊക്കെ കേട്ടു. എൻ്റെ മകന് എന്തെങ്കിലും ഒന്നും വരില്ലടോ. പറഞ്ഞു കഴിയുമ്പോഴേക്കും രണ്ട് കമാൻഡോസിൻ്റെ സംരക്ഷണയിൽ ആ സെല്ലറിലുണ്ടായിരുന്ന ആൾക്കാർ മുഴുവൻ പുറത്തേക്ക് വന്നു. മെക്കീച്ചേണിൻ്റെ വൈഫ് ഒരു പ്രായമായ സ്ത്രീ. ആ പ്രായമായ സ്ത്രീയെ കണ്ടപ്പോഴേ അവർക്ക് മനസ്സിലായി 16 വയസ്സ് പ്രായമുള്ള കുട്ടികൾ അത് സർജൻറ്റ് മക്ഡൊണാൾഡിൻ്റെ മക്കളാണെന്ന് അവർ മനസ്സിലാക്കി. ആ സമയത്ത് സ്കൗറാസി ചോദിച്ചു, ഇവർ മരിച്ചുപോയി എന്ന് ഞാൻ മിസ്റ്റർ കാൽവർട്ടിനോട് പറഞ്ഞാണ്, പക്ഷെ അദ്ദേഹം അത് വിശ്വസിച്ചില്ല. അപ്പം ചീഫ് പറഞ്ഞു, കാൽവർട്ട് എന്നെ കൊണ്ട് ഹെഡ് പോസ്റ്റ് ഓഫീസിൽ നിന്ന് ചില റെക്കോർഡ്സൊക്കെ പരിശോധിപ്പിച്ചു. അതിൽ നിന്ന് മനസ്സിലായി ഈ 2 കുട്ടികളുടെ പേരിലും സർജൻറ്റ് മാസം 10 പൗണ്ട് വീതം ഒരു RD ഡിപ്പോസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മരിച്ചുപോയെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ഡിപ്പോസിറ്റ് നിർത്തേണ്ടതാണ്. അപ്പോൾ അത് നിർത്തിയിട്ടില്ല. അതിൽ നിന്ന് തന്നെ ഞങ്ങൾക്കും മനസ്സിലായി ഈ കുട്ടികൾ മരിച്ചിട്ടില്ല. പിന്നെ ഈ കൂടെയുള്ളവരൊക്കെ ഈ കപ്പലുകൾ കാണാതെ പോയ സമയത്ത് തന്നെ മിസ്സിങ് ആയ ചില ചെറിയ ബോട്ടുകളിലും യാട്ടുകളിലും ഒക്കെ ഉള്ള ആൾക്കാരാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ശരിയല്ലേ ക്യാപ്റ്റൻ ഇമ്രി? ക്യാപ്റ്റൻ ഇമ്രി സമ്മതഭാവത്തിൽ ഒന്ന് തലയാട്ടി. പെട്ടെന്ന് സൂസൻ ഓടി വന്ന് കാൽവർട്ടിൻ്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്നലെ പുലർച്ചെ പറഞ്ഞതിനെല്ലാം മാപ്പി ചോദിക്കുന്നു. ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും സ്മാർട്ടായിട്ടുള്ള വ്യക്തിയാണ് നിങ്ങൾ. തലേദിവസം പുലർച്ചെ കൊലയാളികളും നിങ്ങളും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് ചോദിച്ച ആളാണ്. ലോർഡ് ക്രിക്സൈഡ് അത്ഭുതത്തോടെ ചോദിച്ചു, കാൽവർട്ട് ഇന്ന് പുലർച്ചെ ഇവിടെ വീണ്ടും വന്നിരുന്നു എന്നോ? സൂസൻ പറഞ്ഞു, വന്നിരുന്നു. ഈ ഐലൻഡിൻ്റെ പല ഭാഗങ്ങളും കണ്ട് മനസ്സിലാക്കി. ഇവിടെ ഉണ്ടായിരുന്ന 2 ഗാർഡുകളെ കാൽവർട്ട് കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് പോയി. അപ്പം അവർ കൊന്നതും മരിച്ചതൊന്നും അല്ലേ? അല്ല. സ്കൗറാസ് വീണ്ടും അത്ഭുതത്തോടെ ചോദിക്കുകയാണ്, പക്ഷേ ഈ കമാൻഡോസ് എങ്ങനെ ഇവിടെ വന്നു? വീണ്ടും ചീഫ് പറഞ്ഞു, ഹച്ചിൻസന്റെ വീട്ടിലെത്തിയ കാൽവർട്ട് ആദ്യം ചെയ്തത് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് വിളിച്ച് കാര്യങ്ങളെല്ലാം പറയുമായിരുന്നു. പക്ഷേ ആ സമയത്ത് അവർ പറഞ്ഞത് ഈ രാത്രിയിൽ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് ഇങ്ങോട്ട് വരുന്നതൊക്കെ റിസ്ക്കാണ്, കാലാവസ്ഥ വളരെ മോശമാണ്. കാൽവർട്ട് പറഞ്ഞു, നിങ്ങളുടെ ഹെലികോപ്റ്റർ ഒച്ച ഉണ്ടായിക്കൊണ്ട് വരുമ്പോഴേ അവിടെയുള്ളവർക്ക് കാര്യം മനസ്സിലാവും. നിങ്ങൾ ടോർബേ ഹാർബറിൽ എത്തിയാൽ മതി, അവിടെ നിന്ന് നിങ്ങളെ പിക്ക് ചെയ്യാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്യാം. അതെങ്ങനെ? ഹച്ചിൻസന്റെ ഒരു ഫിഷിംഗ് ബോട്ട് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു അസിസ്റ്റന്റ് ടോർബേ ഹാർബറിലേക്ക് പോയി. രാത്രിയിൽ ആ മോശമായ കാലാവസ്ഥയിലോ അതിനൊക്കെ വളരെ എക്സ്പെർട്ടാണ് അവർ. അത് നമുക്ക് നേരത്തെ അറിയാമല്ലോ, മദ്യം തീർന്നു എന്നും പറഞ്ഞ് അതിനേക്കാൾ മോശം ക്ലൈമറ്റിൽ പോയ ആൾക്കാരാണ്. ഹച്ചിൻസന്റെ അസിസ്റ്റൻസാണ് ഈ ആൾക്കാരെ കമാൻഡോസിനെ ഇവിടെ എത്തിച്ചത്. എല്ലാവരും അത്ഭുതത്തോടെ കാൽവർട്ടിനെ നോക്കുകയാണ്. അപ്പോൾ സൂസൻ വളരെ അത്ഭുതത്തോടെ കാൽവർട്ടിനെ നോക്കി ചോദിച്ചു, അപ്പോൾ താങ്കൾ ഞങ്ങളുടെ റേഡിയോ റൂം ഉപയോഗിച്ചത് എന്തിനായിരുന്നു? കാൽവർട്ട് ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഈ ഐലൻഡിൽ എത്തിയാൽ പോരല്ലോ, അവർക്ക് ഓരോ സ്ഥലങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കണം, അതും ഇരുട്ടത്ത്. പിന്നെ നിങ്ങളുടെ റേഡിയോ റൂമിൽ കയറിയപ്പോഴാണ് ഇവരുടെ ഇവിടുത്തെ സാന്നിധ്യം എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായത്. കാരണം അത്രയും ശക്തമായ ഒരു RCS സെറ്റ് നിങ്ങൾക്ക് ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് ഏറിപ്പോയ ടോർബേ ടൗണുമായിട്ട് മാത്രമേ ബന്ധപ്പെടേണ്ട കാര്യമുള്ളൂ. അതിനുള്ള ഒരു ചെറിയ സെറ്റ് ഞാൻ അവിടെ വേറെ ഇരിക്കുന്നത് കണ്ടു. ആ ശക്തമായ റേഡിയോ സെറ്റ് ലാവ്റോസ്കിയുടെ ആണെന്ന് ഞാൻ ഊഹിച്ചു. ശരിയല്ലേ ലാവ്റോസ്കി? ലാവ്റോസ്കി വളരെ അല്ലെങ്കിലേ വേദനയുണ്ടാ നിൽക്കുന്നത്, ഇനി കൂടുതൽ എതിർക്കാനൊന്നും വയ്യ, സമ്മതിച്ചു. ലോർഡ് ക്രിക്സൈഡ് മകനും സൂസനെ വിവാഹം കഴിക്കാൻ പോകുന്ന വ്യക്തിയും ഉണ്ടായിരുന്നു. അവരെല്ലാവരും പരസ്പരം കുറച്ച് നേരമൊക്കെ സംസാരിച്ചു, എല്ലാം ഒന്ന് ശാന്തമാക്കി. പെട്ടെന്ന് കാൽവർട്ട് മിസ്സിസ് മക്കീച്ചേണിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ടെന്ന് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഹസ്ബൻഡിനൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്, അതനുസരിച്ച് നിങ്ങളെ ഉടനെ തന്നെ ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് എത്തിക്കുന്നതായിരിക്കും. അവർ വളരെ വികാരഭരിതമായിട്ട് പറഞ്ഞു, താങ്ക് യു സാർ, താങ്ക് യു മൈ ബോയ്.
ഇതെല്ലാം കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ് നമ്മുടെ ഷാലറ്റ് കാൽവർഷം നോക്കിക്കൊണ്ട് ചോദിച്ചു, അപ്പൊ താങ്കൾക്ക് എൻ്റെ പ്രവൃത്തികൾ ശരിക്കും മനസ്സിലായി അല്ലേ? അത് നീ ഞങ്ങളുടെ കപ്പലിൽ വന്ന് കയറി അധികം വൈകാതെ മനസ്സിലാക്കി. നീ പറഞ്ഞു അർദ്ധരാത്രിയോടെ ഞങ്ങളുടെ കപ്പൽ അറ്റാക്ക് ചെയ്യാൻ ക്വിന്നും ആൾക്കാരും വരുമെന്ന്. പക്ഷേ അവർ 10:40 അതായത് അതുവരെ ഞങ്ങൾ അവിടെ നിന്ന് പോകാതെ അവിടെ കെയർലെസ് ആയിട്ട് നിൽക്കണം, അവർ ഞങ്ങളെ അറ്റാക്ക് ചെയ്യണം. അതായിരുന്നു നിൻ്റെ ലക്ഷ്യം. അവിടെ ഭാഗ്യം കൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. പക്ഷെ പിന്നീട് അങ്ങോട്ട് നിൻ്റെ നീക്കങ്ങൾ ഞാൻ ശരിക്കും വാച്ച് ചെയ്യായിരുന്നു. നീ അന്ന് രാത്രി ലോവർ ഡെക്കിൽ റൂമിൽ കിടക്കുമ്പോൾ നീ ഉറങ്ങുകയായിരുന്നില്ല, ബോധം കെട്ടി കിടക്കുകയായിരുന്നു. കാരണം നിനക്ക് ഞാൻ തന്ന കാപ്പിയിൽ സ്ലീപ്പിംഗ് പിൽസ് ചേർത്തിയിരുന്നു. നിന്റെ ശരീരം പരിശോധിച്ച് എനിക്ക് മനസ്സിലായി നീ കാണിച്ചു തന്ന ആ പാടുകളൊക്കെ കൃത്രിമമായിട്ടുണ്ടാക്കിയതാണ്. അത് തുടക്കത്തിലേ എനിക്കൊരു ഊഹം ഉണ്ടായിരുന്നു. അതെങ്ങനെ അത്രയും മുറിവിൻ്റെ പാടുകളുള്ള ഒരാൾ ഈ ഉപ്പുവെള്ളത്തിൽ കൂടെ നീന്തി വരുമ്പോൾ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല മുഖഭാവം. ഒന്ന് ശരിക്കും പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ആദ്യം നിന്നെ അനസ്തീഷ്യ ഒന്ന് ബോധം കെടുത്തിയിട്ട് സൂചി കൊണ്ടുണ്ടാക്കിയ പാടുകളാണ് നിന്റെ ഷോൾഡറിലും ബാക്കിലും കാണുന്നത് മുഴുവൻ. നിന്റെ കയ്യിൽ ഞാനന്ന് ഷാങ്ക്രിയിൽ വെച്ച് കണ്ട പാടുകൾ ആ സമയത്തുണ്ടായിരുന്നില്ല. അത് റബ്ബർ ബാൻഡ് വരിച്ചു മുറുക്കി ഉണ്ടാക്കിയതാണ് എന്നും എനിക്ക് മനസ്സിലായി. ശരിയല്ലേ? അതെ. മാത്രമല്ല നിന്റെ റൂമിൽ ഞാൻ അന്ന് രാത്രി വിശദമായിട്ട് പരിശോധിച്ചു. ഡ്രസ്സുകളുടെ കൂടെ ആ റേഡിയോ സെറ്റ് ഞാൻ കണ്ടു, കൂട്ടത്തിൽ നിന്റെ തോക്കും. എന്നിട്ട് എന്തുകൊണ്ട് താങ്കൾ അതെടുത്ത് മാറ്റിയില്ല? അതിൻ്റെ ആവശ്യമില്ല. ഒന്നാമത് അങ്ങനെ മാറ്റിയാൽ നിനക്ക് സംശയം വരും. ബുള്ളറ്റൊക്കെ നീ തുറന്നു നോക്കുന്ന എനിക്കറിയില്ലേ? എല്ലാവരും അങ്ങനെ അത്ഭുത സ്തബ്ധരായി കാൽവർഷനെയും നോക്കി നിൽക്കുകയാണ്. ആ സമയത്ത് ലോർഡ് വിക്സൈഡ് പറഞ്ഞു, ശരി, എന്തായാലും ഒന്ന് എല്ലാം കലങ്ങിത്തെളിഞ്ഞു, നമുക്ക് ഓരോ സ്കോച്ച് കഴിക്കുന്നതിൽ വിരോധമില്ലല്ലോ. സ്കൗറാസും ചീഫും സമ്മതിച്ചു. കാൽവർട്ട് പറഞ്ഞു, ഇപ്പോഴല്ല, ഫസ്റ്റ് ഡ്യൂട്ടി. ആദ്യം ഞാനിവരെ മെക്കീച്ചേണിനെ ഏൽപ്പിക്കട്ടെ. ഈ സമയത്ത് സൂസൻ ചീഫിനോട് ചോദിച്ചു, അപ്പൊ മിസ്സിസ് കൗറാസ് ജീവനോടെ ഉണ്ട്? ഇവര് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഭീഷണിപ്പെടുത്തി കല്യാണം കഴിപ്പിച്ച മിസ്സിസ് കൗറാസിന്റെ കസിൻ ഷാലറ്റ് മെയ്നർ. ഇവളുടെ അടുത്തുള്ള ഭീഷണി, അവളെന്തെങ്കിലും പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ മിസ്സിസ് കൗറാസിനെ കൊല്ലും എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഇവർ പറഞ്ഞതനുസരിച്ച് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഷാലറ്റും ഫയർ ക്രസ്റ്റ് കയറി. ഹച്ചിൻസൺ ഫയർ ക്രസ്റ്റ് പുറകേക്കെടുത്തു. ഫയർ ക്രസ്റ്റ് മെക്കീച്ചേണിൻ്റെ ഐലൻഡിലെത്തി. അവിടെ ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള ഒരു ഹാപ്പി മീറ്റിംഗ് കഴിഞ്ഞു. തിരിച്ച് ഫയർ ക്രസ്റ്റിലേക്ക് നടക്കുമ്പോൾ ഷാലറ്റ് ചോദിച്ചു, ഞാൻ ആ സമയത്ത് താങ്കളെ ശരിക്കും വെടിവെച്ചിരുന്നെങ്കിലോ? ആ പിസ്റ്റളിൻ്റെ ട്രിഗർ ഞാൻ 3/4 ഭാഗം മുറിച്ച് വെച്ചിരിക്കുകയാണ് ഫയൽ ഉപയോഗിച്ച്. നീ ട്രിഗർ അമർത്തിയ ആ ട്രിഗർ പൊട്ടിപ്പോവുകയുള്ളൂ, പിസ്റ്റൾ ഷൂട്ട് ചെയ്യില്ല.